പ്രസവം കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രായം വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളുടെ ശരീരത്തിൽ വരുന്ന മേജർ 2 ചേഞ്ചുകളാണ് അവരുടെ ബ്രസ്റ്റിനകത്ത് ഉള്ള ചേഞ്ചും അവരുടെ ടമ്മീൻ്റെ അകത്തുള്ള ചേഞ്ചും. ബ്രസ്റ്റിനകത്തുള്ള ചേഞ്ച് ഒരു 25-20 വയസ്സുകളിലാവുമ്പോൾ ബ്രസ്റ്റ് ഭയങ്കര ഫേമായി അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും ഭയങ്കര മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള നിന്നുള്ള ബ്രസ്റ്റ് ഒരുപാട് സാഗ് ചെയ്ത് അതിൻ്റെ വോളിയം കുറഞ്ഞും കൂടിയും ഒക്കെ വന്ന് കാണാറുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ വയറിൻ്റെ അവിടുത്തെ സ്കിന്നും ഒരുപാട് സാഗ് ചെയ്തിട്ട് വരാറുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു ദിവസം കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സിംഗിൾ ഡേയിലുള്ള പ്രൊസീജിയറാണ് മമ്മി മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയർ. ഈ മമ്മി മേക്ക് ഓവർ പ്രൊസീജിയർ ചെയ്യുന്നത് ചിലപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് ഓരോരുത്തരുടെ പ്രയോറിറ്റി അനുസരിച്ച് അവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് പറയാറുണ്ട് അവരുടെ വെജൈനൽ പെനിട്രേഷൻ്റെ സമയത്ത് ടൈറ്റ്നസ് അത്ര പോരാ, അപ്പോൾ വെജൈനോപ്ലാസ്റ്റി അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ ലേബിയോപ്ലാസ്റ്റി അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ എടുക്കുന്ന ചിലപ്പോൾ ലൈപ്പോസക്ഷൻ വഴി എടുക്കുന്ന ഫാറ്റ് അവരുടെ ബട്ടക്സിലോട്ട് വെച്ച് ബട്ടക്സിനൊന്ന് കോൺടൂർ ചെയ്യുന്ന അപ്പോൾ ഒരു ഹോൾ ബോഡി മേക്ക് ഓവർ എന്നുള്ള രീതിയിലോട്ടും ചില ആൾക്കാർ പ്രിഫർ ചെയ്യാറുണ്ട്. പ്ലാസ്റ്റിക് സർജറി വഴി ചെയ്യുന്ന ഈ ഒരു പ്രൊസീജിയേഴ്സ് ടൈലർ മേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൺസൾട്ടന്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ഡിസൈഡ് ചെയ്യുക നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും നന്നായിട്ട് ചേരുന്ന ആ ഒരു പെർഫെക്റ്റ് റിസൾട്ടോട്ട് എത്തിപ്പെടാനായിട്ട് ഏതൊക്കെ കമ്പൈൻ ചെയ്യണം ചെയ്യണ്ട എന്നുള്ള കാര്യം.